ചിലർ പറയും ഇത് കേരളമാണ്, ഇവിടെ RSSൻ്റെയും സംഘപരിവാറിൻ്റെയും ഒരു പ്രവർത്തനവും നടക്കുകയില്ല, ഇവിടെ ഞങ്ങളുണ്ട്, ഞങ്ങൾ ഉള്ളതുകൊണ്ടാണ് സംഘപരിവാരത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്തത് എന്നൊക്കെ പറയും. സത്യത്തിൽ ഈ വീമ്പിളക്കലൊക്കെ ആരെ ബോധ്യപ്പെടുത്താനാണ് എന്ന് ഈ അവസരത്തിൽ ഓരോ മലയാളിയും ചിന്തിക്കുക. ഉത്തരേന്ത്യയിൽ നടക്കുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അത് മുഴുവനും കേരളത്തിൽ നടക്കുന്നുമുണ്ട്, നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും ഇതിൻ്റെ ശരിയായ കണക്കെടുപ്പ് പുറത്തുവിടാത്തത് കള്ളവോട്ടുകൾ ഇനിയും അതിൽ ചേർക്കാനുണ്ട് എന്ന സത്യം എല്ലാവർക്കും തിരിച്ചറിയാം. ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഒന്ന് മാത്രമാണത്. തൃശ്ശൂരിലും കഴിഞ്ഞ പ്രാവശ്യം നടന്നു. അതേപോലെ മെഷീനുകൾ കൊണ്ടുവച്ച സ്ട്രോങ് റൂം തുറക്കാൻ അനുമതി നൽകുന്ന കലക്ടർമാർ കേരളത്തിലുമുണ്ട്, ഉത്തരേന്ത്യയിലുമുണ്ട്. സ്ട്രോങ് റൂമിൻ്റെ ചാവി പൂട്ടിൽ തന്നെ വെക്കാൻ നിർദ്ദേശിക്കുകയും അങ്ങനെ ചെയ്യുകയും ഇതിന് താല്പര്യപ്പെടുകയും നിർബന്ധിക്കുകയും ചെയ്യുന്നവർ കേരളത്തിലുമുണ്ട്, ഉത്തരേന്ത്യയിലുമുണ്ട്. പിന്നെ എവിടെയാണ് കേരളവും ഉത്തരേന്ത്യയും തമ്മിൽ വ്യത്യാസമുള്ളത്? തള്ളു വിടുന്നതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുൻപന്തിയിലാണ്. അതുകൊണ്ട് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം വിഷയങ്ങളിൽ തള്ളാതിരിക്കുക. നിങ്ങൾ അവർക്കൊപ്പമാണ്, അല്ലെങ്കിൽ അവരോട് സഹകരിക്കുന്നവരാണ്. ഒരു മാന്യമായ പ്രതിഷേധമോ അതല്ല എങ്കിൽ പ്രതിരോധമോ തീർക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നുള്ളത് നിങ്ങളുടെ മടിയിൽ വെച്ച കനത്തിൻ്റെ തൂക്കമനുസരിച്ച് കേരളത്തിലെ മലയാളികൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന്